കണക്കപ്പിള്ളേ, എന്തോ ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണോ? ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു മണ്ടത്തരമല്ല. പക്ഷേ നിങ്ങൾ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഗോൾഡ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ്. എന്നാലും പഠനങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് 1970 മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടയ്ക്കൊരു 10 വർഷം ഗോൾഡ് താഴോട്ട് പോയ ചരിത്രമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്കകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് റിട്ടേൺസ് അതെപ്പോഴും തരുന്നുണ്ട്. പക്ഷേ ഗോൾഡ് അന്നും ഇന്നുമായിട്ട് ഇത്രയും നാളത്തെ നമ്മുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയായിട്ട് താരതമ്യേന കൂടുതൽ റിട്ടേൺസ് തരുന്നുണ്ട്. എന്നാൽ പോലും ഒരു ലോങ് ടൈമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്തായാലും വാല്യൂ അഡീഷൻ തരും. പക്ഷേ നിങ്ങളൊരു ഷോർട്ട് ടൈമിലാണ്, 1 വർഷത്തേക്കാണ് അല്ലെങ്കിൽ 2 വർഷത്തേക്കാണ്, അങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളതെങ്കിൽ നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയറിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ആവറേജ് ഓഫ് റിട്ടേൺസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്തൊരു സംശയമാണ് ഗോൾഡിൽ എങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 ഗ്രാം വാങ്ങിയണമെങ്കിൽ തന്നെ നമുക്കറിയാം 11,000 കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 1 ഗ്രാമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം അടുത്തൊരു ഓപ്ഷനാണ് കോയിനായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ കോയിനായിട്ട് വാങ്ങിച്ചാൽ പോലും പണിക്കൂലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. താരതമ്യേന കുറവാണെങ്കിലും പണിക്കൂലിയും കാര്യങ്ങളൊക്കെ അതിനും കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ETF വഴിയോ അല്ലെങ്കിൽ ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ട്സിനകത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുവഴി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിൻ്റെ സ്ലാബിൽ നിന്നും അല്ലാതെ അതിൻ്റെ അകത്ത് വരുന്ന അഡീഷണൽ പണിക്കൂലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോർട്ട്ഫോളിയോയിൽ ഗോൾഡിന് ഒരു സ്ഥാനം കൊടുക്കുക. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആവറേജ് ഓഫ് റിട്ടേൺസ് തരുന്ന പല കാര്യങ്ങളിലായിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക, മാക്സിമം അസറ്റ് ഗെയിൻ ചെയ്യുക, മുന്നോട്ട് പോവുക. കൂടുതൽ അറിയാനായിട്ട് കണക്കപ്പിള്ള ഇപ്പോൾ ചെയ്താൽ മതി.